വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് വന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് ഇന്നത്തത്. സൗണ്ട് കുറച്ച് കുറവായിരിക്കും, കാരണം ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. മാത്രമല്ല അവ എഴുന്നേറ്റിട്ടില്ല, ഉറങ്ങുവാണ്. അപ്പോൾ അന്ന് ആ ഒരു കുട്ടി വ്ളോഗാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. മാത്രമല്ല ആദ്യമായിട്ട് എടുക്കുന്ന ഓൺ വോയിസ് വ്ളോഗും കൂടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ത്രൂ ഔട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്രയോട്ട് ബാക്കി ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയി കേട്ടോ. കാരണം നമ്മൾ നല്ല ലേറ്റായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മേക്കപ്പ് ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ചുമ്മാ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കണം കേട്ടോ. നിന്ന് വേറൊന്നുമല്ല, എനിക്ക് ഔട്ട്ഫിറ്റ് ഓക്കെ ആണോ, ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര കംഫർട്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു. ഞാൻ ചുമ്മാ സെൽഫായിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. എല്ലാം വ്ളോഗിൽ ആഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ എനിക്ക് പറ്റുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എടുത്തിട്ടുമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. നമ്മൾ 3 പേരായിരുന്നു നാട്ടിലേക്ക് വന്നത്. ഞാൻ, അനന്തു, സച്ചു, നമ്മൾ 3 പേരും കൂടാണ് വന്നത്. അങ്ങനെ ഇനി ബോർഡിംഗ് പാസും പിന്നെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. പോകുന്ന സമയത്ത് എന്തൊക്കെയോ കുറേ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി അത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. എന്നാലും ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. എൻ്റെ ഇവിടുത്തെ ഫ്ലൈറ്റ് യാത്ര ഭയങ്കര റിലാക്സ് ആയിരുന്നു കേട്ടോ. ഞാൻ തായ്ലൻഡിലേക്ക് പോയത് ഒറ്റയ്ക്കായിരുന്നു. അന്ന് എൻ്റെ കൂടെ അനന്തു ഇല്ലായിരുന്നു. കാരണം അനന്തുവിന് മാരേജ് കഴിഞ്ഞിട്ട് 1.5 മാസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് അനന്തുവിൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു യാത്രയായിരുന്നു. പക്ഷേ ഈ വട്ടം ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാട്ടോ വന്നത്. കാരണം അവനുണ്ടായതുകൊണ്ട് എല്ലാം അവൻ നോക്കിക്കോളുന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുള്ള് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കര റിലാക്സ് ആയിട്ടാണ് കേട്ടോ വന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം വ്ളോഗ് എടുത്ത് തരുന്നത് സച്ചുവാണ് കേട്ടോ. അവനോട് പറഞ്ഞിട്ട് ഞാൻ അവനാണ് എനിക്ക് എടുത്ത് തരുന്നത്. അനന്തും അവിടെ എന്തൊക്കെയോ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് പോവാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ്. നമുക്ക് ഇവിടുന്ന് കോലാലംപൂർ, അവിടുന്ന് ട്രിവാൻഡ്രം, അങ്ങനെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. Say hi guys. Yeah. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് നോക്കുവാണ്. എന്തോ ഓർഡർ ചെയ്തേ? ബർഗറും രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. നമ്മൾ ഓർഡർ ചെയ്തത് ബർഗറും കോളയായിരുന്നു. പക്ഷേ അവർ കോളയ്ക്ക് വരെ നമുക്ക് തന്നത് വേറെ എന്തോ കോഫിയുടെ ടേസ്റ്റുള്ള എന്തോ ഒരു സംഭവമായിരുന്നു. അത് നമുക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മളത് കുടിച്ചില്ല കേട്ടോ. പക്ഷേ ബർഗർ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ബർഗർ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ബർഗറൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. ഞാനൊക്കെ എടുത്തിടുവേ. അതാ ഇടുണ്ട്. ഇടണ്ടെങ്കിൽ കൈ മാറ്റു നീ. ഗൈസ്, വ്ലോഗ് ഇഷ്ടമല്ലാത്ത ഒരു കുട്ടിയാണ് ഇവൻ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്.
അവൻ അവൻ്റെ ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടല്ല, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങളാണ്ട് ഇവിടെ ഇരിക്കുക. നമ്മളങ്ങനെ മലേഷ്യയിലെത്തി. മലേഷ്യയിൽ നമ്മൾ പെട്ടിയതേ ഉള്ളൂ. മാത്രമല്ല നമുക്കിവിടെ ഒരു 5 hours ലേ ഓവർ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ലേറ്റ് ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിനി കാണാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. നമ്മൾ കയറിയത് ടേസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തത്. ഞാൻ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക, കാരണം എനിക്ക് ഭയങ്കരമായിട്ടും വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വന്നു. അതിൽ ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണി ആയിരുന്നു. മീൻസ് അവർക്കത് കഴിഞ്ഞിട്ട് വിശക്കുന്നുണ്ടെന്നൊക്കെ രണ്ടുപേരും ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അതിൽ കിഴങ്ങ് വെച്ചിട്ടുള്ള എന്തോ ഒരു സൂപ്പ് അഡീഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടില്ല, നമ്മളത് കഴിച്ചതുമില്ല. ഞാൻ ഈ സ്പൂൺ വെച്ചൊക്കെ കഴിക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞാൻ കൈ വെച്ചാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ ഓഫ് ചെയ്ത് കൈ വെച്ച് നല്ല റിലാക്സ് ആയിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നുകൊണ്ട് എൻ്റെ വയറും നിറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് 5 hours ലേ ഓവർ ഉണ്ടെന്നുള്ള കാര്യം. ഭയങ്കര ബോറിങ്ങാണ്. നമ്മൾ 3 പേരുണ്ടെങ്കിൽ തന്നെ 5 hours നമ്മൾ നീക്കി ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയല്ലോ, ആ ഒരു മൈൻഡ് സെറ്റാണ്. ഞാൻ ചുമ്മാ ഇവിടെ ഫ്ലൈറ്റ് വരുന്നത് ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. അത് ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറി. ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം നമ്മൾ നാട്ടിലേക്ക് എത്തുവാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അനന്തവും മൂവി കാണുവാണ് കേട്ടോ. വാഴ മൂവി കണ്ടുകൊണ്ടിരിക്കുവാണ്. അവനവിടെ അവർ അനൗൺസ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, ഞാൻ മൂവി കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് എത്തുള്ളൂ, അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് എത്തിയോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത്രയും വീഡിയോസ് എടുത്തുള്ളൂ, കാരണം അവർ നമ്മളെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ വേറൊന്നും എടുത്തില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് വൈൻഡപ്പും കാര്യങ്ങളൊന്നും അന്ന് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. മാത്രമല്ല ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1 വീക്കായി. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള സമയം ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.